ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചൊല്ലണം. കാരണം ഇതാണ്: നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വചനം ധാരാളം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد والعاقبة للمتقين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ഫള് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ഇരു ലോകത്തും അവൻ്റെ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. പലരും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവിടെ കടങ്ങൾ അല്ലാഹു വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് പലരും. അവിടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാർ, അവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകളെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അതുപോലെ നമ്മുടെ നാടുകളിൽ വാഹനം ഓടിക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ, കൂലിപ്പണി ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇന്നലെ ഒരു സഹോദരൻ വിദേശത്ത് നിന്ന് വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടു. കഴിഞ്ഞ മാസം ആ സഹോദരന് നല്ലൊരു ജോലി വേണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിരുന്നു. അതുപോലെ അവനിക്ക് ചെല്ലാൻ വേണ്ടി എന്തെങ്കിലും വേണം എന്ന് ആ സഹോദരൻ എന്നോട് പറയുകയും, ആ സഹോദരന് വേണ്ടി ഞാൻ ഒരു ദിക്ർ ചൊല്ലാൻ കൊടുക്കുകയും, കഴിഞ്ഞ മാസം പകുതിയായപ്പോഴേക്കും അവന് ജോലി, അവൻ ഉദ്ദേശിച്ച ജോലി അവനിക്ക് കിട്ടി. ഇന്നലെ അവനിക്ക് ആ ജോലിയുടെ പകുതി, ഈ മാസത്തിൻ്റെ പകുതിയാണ് അവന് ജോലി ചെയ്തത്. കഴിഞ്ഞ മാസത്തിൻ്റെ പകുതി മാസത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ എനിക്ക് ഹദിയ ചെയ്തു. എന്നിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ജോലി അവനിക്ക് സ്ഥിരമായി കിട്ടാൻ വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആ സഹോദരൻ്റെ ജോലി നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഖൈറും ബർക്കത്തും ആ ജോലിയിൽ അല്ലാഹു നൽകുമാറാവട്ടെ. ആഫിയത്തും ആരോഗ്യവും അല്ലാഹു അവനിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ വേണ്ടി ദുആ വസിയത്തുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക, അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തും. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും മുറാദുകൾ ഹാസിലാകാൻ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അതിനുള്ള പ്രതിവിധി ഇൻഷാ അല്ലാഹ്
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു ദിക്റാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുകൾ തന്നെയാണ്. യാ ദയ്യാനു യാ സുബ്ഹാൻ ഖല്ലിസ്നാ മിനൻ നീറാൻ. ഈ ഇസ്മിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് ഉണ്ട്. വിശുദ്ധ റമളാനിലെ രാത്രികളിലും പ്രാർത്ഥനകളിലും വിശ്വാസികളിലേറെ ഉരുവിടുന്ന ഒരു ദിക്റാണ് ഇത്. നമ്മൾ എന്നും ചൊല്ലാറുള്ള യാ ദയ്യാനു യാ സുബ്ഹാൻ ഖല്ലിസ്നാ മിനൻ നീറാൻ. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്കറിയുമോ? പലരും ഇത് അർത്ഥം അറിയാതെയാണ് ചൊല്ലുന്നത്. ഒരുപാട് ഉലമാക്കൾ, ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ഈ ദിക്ർ നമ്മൾ ശ്രമിക്കണം. അത്രയും ശക്തിയുള്ള, മഹത്വമുള്ള ഒരു ദിക്റാണ് യാ ദയ്യാനു യാ സുബ്ഹാൻ ഖല്ലിസ്നാ മിനൻ നീറാൻ. പ്രാർത്ഥനാ ദിനങ്ങളിൽ മഹത്തുക്കൾ, പണ്ഡിതന്മാരൊക്കെ ഉരുവിടുന്ന ഒരു ദിക്റാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റാത്ത, പാടില്ലാത്ത ഒരു വലിയ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്ന ഏതൊരു മുസൽമാനും ചൊല്ലാൻ ആഗ്രഹിക്കുന്നതാണ് ഈ ദിക്ർ. നമ്മുടെ നാഥൻ നമ്മളിലേക്ക് അടുക്കുവാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് അടുക്കുവാൻ വേണ്ടി കാരണമാകുന്ന ഒരു ചെറിയ ഒരു ദിക്റാണ്, ഒരു അമലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് അടുക്കുവാൻ വേണ്ടി ആനുള്ള ദിക്റാണ് യാ ദയ്യാനു യാ സുബ്ഹാൻ ഖല്ലിസ്നാ മിനൻ നീറാൻ. യാ ദയ്യാൻ എന്ന് പറഞ്ഞാൽ പരമാധികാരിയായ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്നവനായ അല്ലാഹുവേ. യാ ദയ്യാൻ, പരമാധികാരിയായ കർമ്മങ്ങൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്നവൻ നായ അല്ലാഹുവേ. യാ സുബ്ഹാൻ, സർവ കുറവുകളിൽ നിന്നും പരിശുദ്ധനായവനെ. ഖല്ലിസ്നാ മിനൻ നീറാൻ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ എന്നാണ്. അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളുള്ള ഈ പ്രാർത്ഥന, അള്ളാഹുവിനെ പവിത്രമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്നയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകമോചനം തേടാൻ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന നരകശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. അതിലൂടെ മുസ്ലിങ്ങൾ നമ്മളൊക്കെ എപ്പോഴും നരകത്തിൽ നിന്നും മോചനം തേടാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നരകശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. ഇതിലൂടെ ഇരക്കുന്നത് റമളാൻ മാസത്തിൽ നരകമോചനം തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്വന്തം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളിയ ദാസൻ്റെ പ്രാർത്ഥനയാണിത്. സ്വന്തം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് സ്തുതിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളിയ ദാസൻ്റെ പ്രാർത്ഥനയാണിത്. യാ ദയ്യാൻ യാ സുബ്ഹാൻ ഖല്ലിസ്നാ മിനൻ നീറാൻ. ഇതിൻ്റെ മഹത്വങ്ങൾ വളരെ മഹത്വമുള്ള ഒരു ദിക്റാണ്. യാ ദയ്യാനു
യാ സുബ്ഹാൻ ഖല്ലിസ്നാ മിനൻ നീറാൻ. അള്ളാഹുവിൻ്റെ 2 പവിത്രമായ നാമങ്ങൾ വിളിച്ച് അവൻ നൽകുന്ന വിധിയിലും അവൻ്റെ പരിശുദ്ധിയിലും പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് നമ്മൾ നരകമോചനത്തിനായി യാചിക്കുകയാണ്. പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ഈ വിളി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ 2 പവിത്രമായ നാമങ്ങൾ വിളിച്ച് യാ ദയ്യാൻ യാ സുബ്ഹാൻ, ഈ 2 ഇസ്മുകൾ വിളിച്ചുകൊണ്ട് അവൻ നൽകുന്ന വിധിയിലും അവൻ്റെ പരിശുദ്ധിയിലും പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് നന്മകൾ ജനത്തിനായി യാചിക്കുകയാണ്. പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ഈ വിളി അല്ലാഹുവിൻ്റെ കത്തെ നമ്മളിലേക്ക് അടുപ്പിക്കുകയാണ്. ആണിത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആരെങ്കിലും അല്ലാഹുവോട് 3 തവണ നരകമോചനം തേടിയാൽ നരകം പറയും, അല്ലാഹുവേ ഇവനെ നീ എന്നിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. എത്ര വലിയ കാരുണ്യമാണ് ഇത്! അല്ലാഹു മനുഷ്യൻ 3 പ്രാവശ്യം നരകമോചനം തേടിയാൽ അള്ളാഹുവിനോട് നരകം പറയും, എന്നിൽ നിന്ന് ഇവനെ നീ മോചിപ്പിക്കണേ എന്ന്. അത്രത്തോളം പവറുള്ള ഒരു ദിക്റാണ് യാ ദയ്യാൻ യാ സുബ്ഹാൻ ഖല്ലിസ്നാ മിനൻ നീറാൻ. കേവലം ചുണ്ടുകൾ കൊണ്ട് മാത്രമല്ല, ഹൃദയം ഒരുകി വേണം ഈ നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ. പരമകാരുണ്യകനായ റബ്ബ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരും ഈ ദിക്റുകൾ ഒരു ദിവസം 11 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച രാവിലെ 100 പ്രാവശ്യവും ചൊല്ലാൻ ശ്രമിക്കുക. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ ഇൻഷാ അല്ലാഹ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ദുആ വസീയത്തുകൾ നിങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.